അസ്സലാമു അലൈക്കും. ഹായ് എവരി വൺ. സുഖല്ലേ എല്ലാവർക്കും? ഞാൻ എന്തിനാ ഈ വീഡിയോ ഇന്നിങ്ങനെ വന്ന് നിൽക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ചില ആൾക്കാർ എനിക്ക് യൂട്യൂബ് വീഡിയോസുകളൊക്കെ അയച്ചു തന്ന് ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് പലതും അയച്ചിരുന്നുണ്ട്, ശ്രദ്ധിക്കാതെ പോക്കാണ്. അപ്പോൾ അതിലിങ്ങനെ കാണാൻ സ്വന്തം ഉമ്മയെ ജനങ്ങളുടെ മുന്നിൽ പലതും പറയുന്നൊരവസ്ഥ, ഒരു മകൾ. അവിടെ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാണ്, ഈ എന്താ പറയുക ഇൻ്റർനെറ്റ് യുഗമാണ്. ഇതിൽ നമ്മളിപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബകാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന സന്തോഷം അല്ലെങ്കിൽ ദുഃഖങ്ങൾ, അതൊക്കെ ജനങ്ങൾക്ക് മൊത്തം പറഞ്ഞു കൊടുക്കാനല്ല സോഷ്യൽ മീഡിയ. അതിന് നമ്മുടെ കുടുംബത്തിലെ പല തൊട്ടതും എടുത്തതും അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായ നെഗറ്റീവ്സ് ജനങ്ങളോട് മൊത്തം അറിയിക്കാം. എത്ര എന്താ പറയുക, എത്ര മോശമാണ്. അത് പാടില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ ഖുർആൻ, അള്ളാഹിൻ്റെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കൃത്യമായി പറയുന്നൊരു വിഷയമുണ്ട്. ഞാനിത് മുസ്ലിമീങ്ങളുമായിട്ട് പറയുന്നത്, ഞാൻ പൊതുവെ പറയാണ്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് അറിയുന്ന വേദങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്ത് ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയാവും? അത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരാണ്. അവരാണ് ഏറ്റവും വലിയ വൃത്തികെട്ടവരെന്നാണ്. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിപ്പോയി. സ്വന്തം എന്താ പറയുക പെറ്റ് വളർത്തിയ ഉമ്മയെ എന്താ പറയുക തുണിയില്ലാത്ത രൂപത്തിൽ വീഡിയോ എടുത്തിട്ട് ഞാനിത് നാറ്റിക്കുമെന്നൊക്കെ പറയാം. എന്നിട്ട് ആരോ എന്തോ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉമ്മയെ ചാടിയിട്ട് നീ വേണമെങ്കിൽ എടുത്തോ, മോനിക്ക് തുണി പൊക്കി കാണിക്കുന്ന ഉമ്മേനെന്തിരെ എനിക്ക് നീ എടുത്തു, ഇതൊക്കെ ജനങ്ങളോട് വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പേരൊന്നും പറയണില്ല കേട്ടോ, എന്താ വേണ്ട. പക്ഷേ ഞാനിത് എന്തിനാണെന്ന് വെച്ചാൽ അവരെ ഇങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരോട് ഞാൻ പറയാം, എത്രയോ ആൾക്കാരുണ്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമ്മൾ എന്താണെന്നറിയോ, ഇവരെ പോലുള്ളവരെ വളർത്തുന്നതും നമ്മൾ മനുഷ്യന്മാരെന്താ, ഇവരുടെ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആദ്യം വീഡിയോ എടുത്തിട്ട് വരുമ്പോൾ പാവം എന്നൊക്കെ തോന്നി സബ്ബെല്ലാം ചെയ്ത് പിന്നെ കമൻറ്റിൽ കൊടുത്ത് പിന്നെ എല്ലാവരും ഷെയർ ചെയ്ത് പിന്നെ അവരിങ്ങനെ കയറിക്കുമ്പോൾ അവർ തലൻ്റെ മോള് കയറാണ്. നിങ്ങൾ അഥവാ അതിലെന്തെങ്കിലും നെഗറ്റീവ്, ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ ഒരു നെഗറ്റീവ് മെസ്സേജ് കൊടുത്തു നോക്കിയാൽ ഞാനിങ്ങനെ കാണാം, എന്ത് തെറിയ വിളിക്കണമെന്നറിയാവോ? അതനല്ല, അള്ളാഹു കാക്കട്ടെ, എന്താ തെറികളാ. പക്ഷെ ഈ മെസ്സേജ് പോലും ഈ കമൻറ്റ് പോലും കൊടുത്തിട്ടുണ്ടാകുക മുമ്പേ സപ്പോർട്ട് ചെയ്ത് നല്ല മെസ്സേജ് കൊടുത്തവരായിരിക്കും. മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്നവർ തെറ്റ് കണ്ടപ്പോൾ അതിനെ തിരുത്താൻ നോക്കുമ്പോൾ അവരെ പിന്നെ മോശമാക്കി തെറി വിളിച്ച് അങ്ങനെ അങ്ങോട്ട് വീഡിയോ ചെയ്യാണ്. ഇപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് ആരെന്താ കമൻറ്റ്, ആ കമൻറ്റ് എഴുതിയവർക്കെതിരെയാണ് പിന്നെ വീഡിയോസുകളൊക്കെ വരുന്നത് പോലും. ഞാനങ്ങനെ ആ ലിങ്ക് തുറന്നു നോക്കിയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടുകൂടി പറയാൻ, നിങ്ങൾ നിങ്ങളുടെ സമയം ഇതുപോലുള്ള പാഴ് ജനങ്ങൾക്ക് കൊടുക്കരുത്. അവരെ കണ്ട് അവരുടെ മക്കളും വളരുന്നു, ആ മക്കളിൽ തന്നെ മൂത്തനുമാണെന്നാക്കി അവരും റോങ് സൈഡിലൂടെ വാക്കുകൾ ഉപയോഗിക്കുന്ന കാണുന്നു. നമ്മളായിട്ട് വടി കൊടുക്കരുത്, അവർക്ക് തെറി വിളിക്കാനുള്ള വകുപ്പ് നമ്മൾ കൊടുക്കരുത്. നമുക്ക് നമ്മുടെ ജീവിതമുണ്ട്, നമ്മൾ അവരെ പിറകിൽ പോയിട്ട് അനുഭവമാണ്. നമ്മൾ ആരും പിറകിൽ പോവണ്ട, ആരും പിറകിൽ പോയിട്ട് നമ്മുടെ ജീവിതം കളയരുത്. നമ്മുടെ സന്തോഷങ്ങൾ പിന്നെ നമ്മളെ ചീത്ത വിളിക്കുന്നിട്ട് നമുക്കത് ആകെ ഇറിറ്റേഷനായി ഇനി തിരിച്ചെന്തെങ്കിലും പറയണ്ടേ എന്ന് നമുക്ക് തോന്നിപ്പോവുക. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ റൂട്ടിൽ സഞ്ചരിച്ചാൽ മതി. പിന്നെ ഇതുപോലെയുള്ളവർ അവർക്ക് നല്ല ബുദ്ധി നാഥൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമ്മൾ നശിക്കാൻ വേണ്ടി ദ്വാരക്കാൻ പാടില്ല, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ലത് മനസ്സിലാക്കിയിട്ട് വരാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.